ഹായ് ഓൾ, നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രീമി ചിക്കൻ മക്രോണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് സോയാ സോസും കുരുമുളക് പൊടിയും ഉപ്പും ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം കുക്കായി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം ഒരു ബൗളിലേക്ക്. ഈ സെയിം പാനിൽ തന്നെ നമ്മൾ ബാക്കിയെല്ലാം കുക്ക് ചെയ്തെടുക്കാൻ പോകുന്ന 1 ടേബിൾ സ്പൂൺ കൂടി ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റാണ് ആഡ് ചെയ്തത്. ബീൻസ് ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റ് അടച്ച് കുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഫ്രോസൺ കോണും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് അവസാനം ചേർക്കുന്നത് അതുകൊണ്ടാണ്, ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ലോണം കൂടി മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലും ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ഇട്ടതിന് ശേഷം നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കാം. അത് കട്ടയില്ലാതെ നല്ലോണം ഒന്ന് ഉടച്ച് മിക്സ് ആക്കിയെടുക്കാം. അതിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറുക്കുന്നതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ അതൊന്ന് കുറുക്കി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ചഡാർ ചീസ് സ്ലൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സുമാണ് ചേർത്തിരിക്കുന്നത്. നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും വെജിറ്റബിൾസിലേക്കും വേവിച്ച് മാറ്റി വെച്ച മക്രോണിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്രീമി മക്രോണി, ചിക്കൻ മക്രോണി എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.